ഒരു കാലത്തും ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, നീ നടന്നോ, നീ നല്ലതുപോലെ നടന്നോ, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹു പറയുന്നു, നിനക്ക് വേണ്ടത് മൊത്തം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭയാനകമായ ശിക്ഷ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തത് വ്യക്തമായി കേൾക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇരിക്കുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കുന്നു, ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറയുന്ന മറുപടി, ഉസ്താദെ വളരെ പ്രയാസമാണ്, സാമ്പത്തികമായി തകർന്നു. ഇത് കൊടുക്കുന്നുണ്ടല്ലോ. സാമ്പത്തികമായി തകർന്നു, നല്ല കച്ചവടമായിരുന്നു ഉസ്താദെ, കച്ചവടമൊക്കെ പോയി. ഭർത്താക്കന്മാരൊക്കെ നല്ല കാശായിരുന്നു, മന്തിയും നെഹദിയും മഹദിയും ഒക്കെ തിന്നോണ്ട് നടന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുബൂസും വെള്ളമായോ? പടച്ചോനെ എങ്ങനെയായിരുന്നു? സ്വർണ്ണം വിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്നല്ലേ നീയൊക്കെ, ഇപ്പൊ എന്ത് പറ്റി? എല്ലാരും പറയുന്നു, ഉസ്താദ് ആരോ കൂടോത്രം ചെയ്തെന്നാ, മുട്ട കുഴിച്ചിട്ടൊന്നും അല്ല, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം പോയി, കച്ചവടവും പോയി, കാശും പോയി, ഇപ്പൊ കുത്തുവാള എടുത്തു. എന്തേ കാരണം? ചില ഉസ്താദിനെ വിളിച്ചോണ്ട് പോയിട്ട് ചോദിക്കും, ഉസ്താദെ കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്നു. കന്നിമൂലയ്ക്ക് ഒരു കുഴപ്പമില്ല താത്ത, അള്ളാഹു നിന്നൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദെ വാതിൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ജനൽ ഇങ്ങോട്ടിരിക്കുന്നത് കൊണ്ടാണോ, ബാത്റൂം അവിടെ പോയത് കൊണ്ടാണോ, അടുക്കള ഇവിടെ ആയതുകൊണ്ടാണോ? ഇതാ നിന്റെ സംശയം. നീ കൊത്തുവാള എടുക്കാനുള്ള കാരണം, നിന്റെ ജീവിതം ഇങ്ങനെ സങ്കടത്തിലാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എടാ നല്ല കച്ചവടം ഉണ്ടായിരുന്നു നിനക്ക്, ഇപ്പൊ കച്ചവടം ഉണ്ടോ? ഇല്ല. നല്ല ബിസിനസ് ആയിരുന്നു, സാമ്പത്തികമായി തകർന്നു. നീ തന്നെ പറയുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ തന്നെ പറയാ, സമ്പത്തുണ്ട്, കയറിക്കിടക്കാൻ വീടുണ്ട്, കാറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അള്ളാഹു നിനക്ക് എല്ലാം തന്നിട്ടുണ്ട്. എന്നിട്ട് നീ പറയുന്നു മരിക്കാൻ തോന്നുന്നു ഉസ്താദെ. ഇരിക്കണ താത്താമാർ ഇപ്പൊ തന്നെ കോടീശ്വരിമാരാ. എത്ര ലക്ഷത്തിന്റെ സ്വർണം ഇപ്പൊ തന്നെ ശരീരത്തിൽ ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പെങ്ങളെ ധരിക്കാനുണ്ട്, എല്ലാം നിനക്കുണ്ട്. നീ ചിന്തിച്ചു നോക്കിയേ, നിനക്ക് തോന്നാറില്ല ജീവിതം അവസാനിപ്പിക്കാൻ? എന്തേ അതിന്റെ കാരണം? എന്തേ അതിന്റെ കാരണം? അള്ളാഹു പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ അള്ളാഹു തകർത്തതാടോ, അള്ളാഹു തകർത്തതാടോ. നിന്റെ കച്ചവടം അള്ളാഹു തകർത്തതാണ്, നിന്റെ ലാഭം അള്ളാഹു നഷ്ടപ്പെടുത്തിയതാണ്. കാരണം നീ ഖുർആനിനെ പരിഗണിച്ചില്ല. അള്ളാഹു തകർത്തടോ, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി. പടച്ചവനെ, എത്രയോ സമ്പത്തുണ്ടായിരുന്ന നീ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന നീ, ഇന്ന് നീ തന്നെ പറയുന്നു മരിച്ചാ മതിയെന്ന്. എവിടെ എത്തിയടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നീയൊക്കെ മറന്നപ്പോ, അതൊക്കെ അലമാരിയുടെ മുകളിൽ പൊടിയടിക്കുന്നത് അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ നീയൊക്കെ മാറ്റിവെച്ചപ്പോ അള്ളാഹു സാമ്പത്തികമായി തകർത്തില്ലേ? അള്ളാഹു കച്ചവടം മുഴുവനും തകർത്തില്ലേ? മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകുകയല്ലേ? അള്ളാഹു തന്ന ശിക്ഷയാ സഹോദരാ, അല്ല തന്ന ശിക്ഷയാണ്. ഉരുക്കുമടാ നിന്നെ. അള്ളാഹു സന്തോഷമുള്ള ജീവിതം തരൂല. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. നിന്നെ സാമ്പത്തികമായി തകർക്കുകയാണ്, നിന്റെ കച്ചവടം തകർക്കുകയാണ്, ബർക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ, ഇത് ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷയാ. ഇനി പടച്ചവനെ, മരണത്തിന് ശേഷമുള്ള ശിക്ഷ എന്താ? നിന്നെ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, നല്ല രീതിയിൽ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞു, 6 അടി മണ്ണിലേക്ക് നിന്റെ ജനാസ ഇറക്കി വെക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു കൊണ്ടുപോയി കബറടക്കി. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് നീ എഴുന്നേറ്റ് വരുമ്പോ ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. കണ്ണ് കാണുന്നില്ല. നാളെ കണ്ണ് കാണാത്തവനെ പോലെ, ചെവി കേൾക്കാത്തവനെ പോലെ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. കണ്ണ് കാണൂല, ചെവി കേൾക്കൂല, അന്ധനെ പോലെ എഴുന്നേറ്റ് വരികയാണ്. നീ തന്നെ റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, അല്ലാഹുവേ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അല്ലാഹുവേ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് എനിക്ക് കണ്ണ് കാണുമായിരുന്നു, ചെവി കേൾക്കുമായിരുന്നു. ഇന്നെന്തു പറ്റി പടച്ചവന്? കണ്ണ് കാണുന്നില്ല പടച്ചവന്, ചെവി കേൾക്കുന്നില്ല പടച്ചവന്. അല്ലാഹുവേ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നു, നീ അഭിനയിച്ചവനല്ലോ പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ
ആയത്തുകൾ ഓതിയിട്ട് ഈ പഠിക്കുന്ന 10-30ഓളം വരുന്ന ആൺകുട്ടികൾ, 35 ആൺകുട്ടികൾ, 10-20ഓളം പെൺകുട്ടികൾ വാടക റൂമിനകത്ത് കിടക്കുന്നു, പള്ളിയുടെ മുകളിൽ കിടക്കുന്നു. പെങ്ങളെ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം ധരിച്ചു കൊണ്ടിരിക്കുന്ന നിന്നോട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ആ മക്കൾക്കൊരു തലചായ്ക്കാൻ ഒരു ചാക്ക് സിമന്റിന്റെ പൈസ കൊടുക്കാൻ പറഞ്ഞപ്പോ കാണാത്തവളെ പോലെ അഭിനയിച്ചവളല്ലേ, കേൾക്കാത്തവനെ പോലെ അഭിനയിച്ചവളല്ലേ. എന്റെ സഹോദരാ, കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് റബ്ബ് കാണിച്ചു തന്നടോ. ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് നിങ്ങളോട് പറഞ്ഞു പള്ളിക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാൻ, രോഗികൾക്ക് കൊടുക്കാൻ, യതീമീങ്ങൾക്ക് കൊടുക്കാൻ, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കാൻ. പൊട്ടം കളിച്ചില്ലേ, അഭിനയിച്ചില്ലേ, കാണാത്തതുപോലെ നടന്നില്ലേ. അല്ലാഹു അതുപോലെ തന്നെ ആക്കി കളയും പെങ്ങള്. ചെവി കേൾക്കാത്തവനെ പോലെ, കണ്ണ് കാണാത്തവനെ പോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ട അവസ്ഥയിൽ അല്ലാഹു കൊണ്ടുവരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരികയാ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, കളിക്കല്ലേ ഖുർആനിനോട്, നിസ്സാരമായി കാണല്ലേ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കാതെ വന്നപ്പോ ജീവിതം തന്നെ മാറിയില്ലേ, ജീവിതം തന്നെ മാറിയില്ലേ. കോടിക്കണക്കിന് രൂപ കൊടുത്തു കൊട്ടാരം പണിതു, AC റൂമുണ്ട്, സഞ്ചരിക്കാൻ വാഹനമുണ്ട്, കൂടെ കിടക്കാൻ ഭാര്യയുണ്ട്, കണ്ണിന് കുളിർമയാകാൻ 5-6 മക്കളുണ്ട്, ജോലി ചെയ്യാൻ വേലക്കാരുണ്ട്. അല്ലാഹു എല്ലാം നിനക്ക് തന്നിട്ട് സമാധാനം മാത്രം റബ്ബ് തന്നില്ലെന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, വഅദ കേൾക്കാമെന്ന ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ, ഉസ്താദേ തിന്നാനുണ്ട്, ധരിക്കാനുണ്ട്, കിടക്കാനുണ്ട്, അല്ലാഹു എല്ലാം തന്നിട്ടുണ്ട്. വാഹനമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം അല്ലാഹു തന്നു. പക്ഷേ സമാധാനമില്ല ഉസ്താദ്. മക്കളെ ഓർത്തിട്ടാ ഞാൻ ജീവിക്കുന്നത്. ആത്മഹത്യ ചെയ്യാത്തത് നരകത്തിലായി പോകുമെന്നുള്ള പേടി കൊണ്ടാ ഉസ്താദ് എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ, എന്തേ അതിന്റെ കാരണമെന്ത്? എന്താണ് നിനക്ക് പറ്റിയത്? ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടോ? എന്തേ അതിന്റെ കാരണമെന്താ? രോഗമറിഞ്ഞ് ചികിത്സിക്കടോ. തലവേദന ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് വേദനയുടെ ഗുളിക കഴിച്ചാ അല്പസമയത്തേക്ക് ശമനമുള്ളൂ, വീണ്ടും അത് വരികയാണ്. എന്നാൽ അടിസ്ഥാനപരമായി എന്താണ് വേദനയുടെ കാരണമെന്ന് രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ അത് മാറും സഹോദരാ. അതുകൊണ്ട് നിന്റെ വിഷയം എന്താണെന്ന് നീ പരിശോധിക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ഉസ്താദ് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ ബിസിനസ്സാ, 2 നില വീട്, കാറ്, ഭാര്യ, മക്കള്, അല്ല എനിക്കെല്ലാം തന്നു ഉസ്താദ്, സമാധാനം മാത്രം കിട്ടുന്നില്ല. നോക്കിയേ, സ്വർണം എത്ര പവനുണ്ട് ഇല്ലേ? അള്ളാഹു നിനക്ക് എല്ലാം തന്നു, സമാധാനം കിട്ടുന്നില്ല. എന്തേ അതിന്റെ കാരണം? എടാ, ഇന്ന് വീടിന്റെ അകത്ത് കയറിയ ഭാര്യയും ഭർത്താവും തമ്മിൽ കീരിയും പാമ്പിനെ പോലെ കടിച്ചു കയറുക, സമാധാനമില്ല വീട്ടിൽ, തിന്നിട്ട് വയറ് നിറയുന്നില്ല. കൂടപ്പറപ്പുകൾ, ഒരു ഉമ്മാടെ വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുകൾ യുദ്ധം ചെയ്യുന്ന കാലം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ വീടിന്റെ അവസ്ഥയാ. എടോ, വീടെന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് സബ് ജൂനിയർ വിഭാഗം എല്ലാം നല്ല വഴുത് പറയുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? ആമീൻ പറഞ്ഞോ? എപ്പോഴാ കോടാലി എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല, അത് ആമീൻ പറയാൻ പറഞ്ഞേ. ഇന്നത്തെ മക്കൾക്കൊക്കെ ഉമ്മമാരോട് വല്ലാത്ത സ്നേഹം. ഇപ്പൊ ഉമ്മാനെയാണ് കൂടുതലും കൊല്ലുന്നത്. സൂക്ഷിച്ചു എല്ലാണോ? അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, എടാ, ഇന്ന് മനുഷ്യനില്ലാത്ത ഒരു അമൂല്യമായ നിധി സമാധാനമില്ല. നമുക്ക് തന്നെ തോന്നുന്നു ജീവിതം അവസാനിപ്പിക്കാൻ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എടോ, ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? സമാധാനം കിട്ടാനുള്ള 4 വഴികൾ ഖുർആൻ പറയുന്നു. ഒരാൾക്ക് സമാധാനം കിട്ടാനുള്ള 4 വഴികളിൽ ഒന്ന്, സമാധാനം വേണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സമാധാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളെന്താ ചിരിക്കണേ? നിങ്ങൾ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നു. സിറാജ, കല്യാണം കഴിച്ച സമാധാനം കിട്ടുമോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉണ്ടോ? എങ്ങനെ നടന്നതാ സിറാജ? ഞാൻ പടച്ചവനെ പറന്ന് നടന്ന ഞാൻ എന്ന് കല്യാണം കഴിച്ചു അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയെന്ന് ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇവിടെ ഖുർആൻ പറഞ്ഞ് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടും. ആ സമാധാനം ഇല്ലെങ്കിൽ നിന്റെ പോരായ്മയാണ്. ഖുർആൻ പറയുന്ന ഒരിക്കലും തെറ്റൂല. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ.
2, ഒരു മനുഷ്യന്റെ വീട് ഒരു മനുഷ്യന് സമാധാനം കൊടുക്കും. നീ ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും മൈസൂർ പോയാലും ഗോവയിൽ പോയാലും അമേരിക്കയ്ക്ക് പോയാലും എവിടെ പോയാലും നീ പറയുന്നത് എന്തേ? വീടെത്തിയാൽ മതിയായിരുന്നു പടച്ചവനെ, തിരിച്ച് വീടെത്തിയാൽ മതി. കാരണം എന്തേ? വീട്ടിൽ വന്നാൽ സമാധാനം കിട്ടും. എന്നാൽ ഇന്ന് നിന്റെ വീട്ടിൽ സമാധാനം ഉണ്ടോ? ഇല്ല. ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ തന്നെ ആകെ പ്രശ്നമാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് സമാധാനമില്ല. ആ സമാധാനം കിട്ടാത്തതിന്റെ കാരണം ആരും സിഹ്ർ ചെയ്തൊന്നുമല്ല. സിഹ്ർ ചെയ്യുന്നവരുണ്ട്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിനക്കൊരു 101 രൂപയുടെ പണിയേ ഉള്ളൂ, ഒരു വെറ്റിലയും ഒരു മുട്ടയും മതി, നീ ചെയ്തിട്ട് അങ്ങ് പോകും. അനുഭവിക്കുന്നവൻ അവൻ അതിന്റെ പ്രയാസം അറിയൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞു തരാം. നിന്റെ വീടിന്റെ അകത്ത് സമാധാനവും സന്തോഷവും ഇല്ലാത്തതിന്റെ ഒന്നാമത്തെ കാരണം നിന്റെ വീടിന്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ടതാ. നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് തുടച്ചാൽ മതി, പ്രശ്നം മാറും. നിന്റെ വീടിന്റെ അകത്ത് വീഴുന്ന കണ്ണുനീര് തുടയ്ക്കാൻ നീ തയ്യാറായാൽ ഇന്നത്തെ രാത്രി മുതൽ നിന്റെ വീട്ടിലെ ജീവിതം മാറും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ആരാ കരയുന്നതാരാ? നബിതങ്ങള് പറഞ്ഞല്ലോ 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ്. 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് തേങ്ങുകയാണ്. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിന്റെ പള്ളിയാ. പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാ പള്ളി കരയുമടോ, പള്ളി കരയുമടോ. പള്ളി കരഞ്ഞാ നാട്ടുകാരറിയുമടോ. അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വരുമ്പോ പള്ളി തേങ്ങുകയാണ്. പള്ളി തേങ്ങിയാൽ നാട്ടുകാരറിയുകയാണ്. നിങ്ങളെ രണ്ടാമത് കരയുന്നത് ഖുർആനാ. നിന്റെയൊക്കെ വീടിന്റെ അകത്ത് ഖുർആൻ ഇരിക്കുന്നുണ്ട്. ആ ഖുർആൻ നീ ഒന്ന് തൊടാതെ വരുമ്പോ, ആ ഖുർആൻ എടുത്തൊന്ന് പാരായണം ചെയ്യാതെ വരുമ്പോ, ആ ഖുർആൻ നിന്റെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാ. ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ സമാധാനം കിട്ടുക? ആ കണ്ണുനീര് വീണാൽ എങ്ങനെയാ ബർക്കത്ത് ഉണ്ടാവുക? എങ്ങനെയാണ് നിന്റെ വീട്ടിൽ സന്തോഷമുണ്ടാവുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. വീട്ടുകാര് തൊടുന്നില്ലടോ, വീട്ടുകാര് പാരായണം ചെയ്യുന്നില്ലടോ, അതിന്റെ മുകളിൽ പൊടി പോലും ഒന്ന് തുടയ്ക്കുന്നില്ലടോ. വയത് കേൾക്കാമെന്ന സഹോദരിമാരോട് ചോദിക്കട്ടെ, കൊട്ടാരം പോലെ പടുതിരിക്കുന്ന വീടിന്റെ അകത്ത് സമാധാനമില്ല. എന്നാ നീ ജനിച്ച ആ കുടിനെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നമ്മളൊക്കെ ജനിച്ച ഒരു വീടുണ്ടല്ലോ, നമ്മുടെ തറവാടുണ്ടല്ലോ. ആ തറവാട് കോടികൾ കൊടുത്ത് ചെലവഴിച്ചു വെച്ച വീടല്ല പടച്ചവനെ. ആ പഴയ ഓലശട്ട്, ആ ഓടിട്ട വീട്, ആ ചെറിയ വീട്, ആ വീടിന്റെ അകത്ത് സമാധാനമുണ്ടായിരുന്നു. അല്ലാഹുവേ, കഴിക്കാൻ ഭക്ഷണമില്ല, മന്തിയില്ല, ബിരിയാണിയില്ല, ചിക്കനില്ല, കഞ്ഞിയും പയറും ചോറും ചമ്മന്തിയുമാണെങ്കിലും കടിച്ച വയറ് നിറയുമായിരുന്നു. കൂടപ്പിറപ്പുകൾ തമ്മിൽ സ്നേഹമുണ്ടായിരുന്നു. വാപ്പയും ഉമ്മയും തമ്മിൽ സ്നേഹമായിരുന്നു. വല്ലാത്ത സന്തോഷമായിരുന്നു. ഇന്നും ആ വീടിന്റെ അകത്ത് പോയി കിടന്നാൽ ഒരു സമാധാനമാ, സന്തോഷമാ. എന്തേ അതിന്റെ കാരണമെന്നറിയോ? നീ കോടികൾ ചെലവഴിച്ചു പണിത കൊട്ടാരത്തിൽ കിട്ടാത്ത സന്തോഷം ആ കുടിലിനകത്ത് എങ്ങനെ വന്നെന്നറിയോ? അല്ലെങ്കിൽ കുടുംബ വീട്ടിൽ താമസിക്കുന്നവരോട് ചോദിക്കടോ. കുടുംബ വീടിനൊരു ബർക്കത്താ, കുടുംബ വീടിനൊരു ബർക്കത്താ. ആ ബർക്കത്തിന്റെ കാരണം എന്തെന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ, നിന്റെ വീടും ആ കുടുംബ വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ പഴയ വീട്ടില് നമ്മുടെ ഉമ്മ, അല്ലാ മരണപ്പെട്ട ഉമ്മമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മമാര് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. നമ്മുടെ ഉമ്മമാരുണ്ടല്ലോ, മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഒതുവെടുത്തിട്ട് നിസ്കാരപ്പായിൽ വരികയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് കൊണ്ട് പറയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ? എന്തൊരു മനോഹരമായ രീതിയിൽ നമ്മുടെ ഉമ്മമാര് മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിസ്കാരപ്പായിലിരുന്നിട്ട് ദിക്ർ പറയുകയാണ്. അപ്പോഴാണ് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നത്. ഉമ്മ എഴുന്നേൽക്കുകയാണ്, മഗ്രിബിന്റെ ഫർദ് നിസ്കരിക്കുകയാണ്, അവിടെ നിന്ന് സുന്നത്തുകൾ നിസ്കരിക്കുകയാണ്. എല്ലാ നമസ്കാരവും കഴിയുമ്പോ ഉമ്മ എഴുന്നേറ്റ് ഓടാറില്ല.
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. ആ ഖുർആൻ എടുത്തിട്ട് ഉമ്മയാ ഇരിപ്പിലിരുന്നു കൊണ്ട് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു യാസീൻ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഉമ്മമാര് 5 സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. ഏതാണെന്നറിയോ? ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബാ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ നമ്മുടെ ഉമ്മയത് ഓതുമായിരുന്നു. ആ സൂറത്ത് ഓതിയാ കിട്ടുന്ന പ്രതിഫലം അറിയുമോ പെങ്ങളെ? കൂലിപ്പണി ചെയ്ത് ജീവിച്ച നിന്റെ വാപ്പാ, പാവപ്പെട്ടവനായ നിന്റെ വാപ്പാ എങ്ങനെയാ പടച്ചവനെ നിന്നെ വിവാഹം കഴിച്ചു കൊടുത്തത്? നിനക്കെല്ലാം തന്നുകൊണ്ട്, 1 അല്ല 2 അല്ല 3 അല്ല, അള്ളാഹു തന്ന പെൺമക്കളെ മുഴുവനും നല്ല നിലയിൽ വാപ്പ വിവാഹം കഴിച്ചു കൊടുത്തത് പിരിവെടുത്തിട്ടല്ല, പലിശക്കെടുത്തിട്ടല്ല, ലോൺ എടുത്തിട്ടല്ല, പണയം വെച്ചിട്ടല്ല. നിന്റെ വാപ്പ ഒരുത്തന്റെ മുമ്പിലും കൈനീട്ടാതെ അള്ളാഹുവേ പട്ടിണിക്കിട്ടിട്ടില്ലല്ലോ. നിന്നെയൊക്കെ നല്ലതുപോലെ വളർത്തിയല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ നമ്മുടെ വാപ്പ നമ്മൾ അലിച്ചയ്ക്ക് ഈ പെങ്ങന്മാരെയൊക്കെ എങ്ങനെയാ കെട്ടിച്ച്? പിരിവെടുത്തിട്ടാ, പണയം ലോൺ എടുത്തിട്ടാ, പലിശക്ക് എടുത്തിട്ടല്ല. വീട്ടിലും മരമൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ വാപ്പ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. അൽഹംദുലില്ലാ, സന്തോഷം, സമാധാനം, ദാരിദ്ര്യമില്ലായിരുന്നു വീട്ടിൽ. അതിന്റെ കാരണം സൂറത്തുൽ വാഖിഅ ഏത് വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് സൂറത്തുൽ വാഖിഅ ആകെ 2.25 പേജ് കണ്ടുള്ളൂ. 2 കൂടിപ്പോയാൽ 3 പേജ്, ഇല്ല 2.25 ഉള്ളൂ. ആ സൂറത്തുൽ വാഖിഅ ഏതെങ്കിലും വീടിന്റെ അകത്ത് പാരായണം ചെയ്ത അള്ളാഹു ആ വീട്ടിൽ ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഓരോ വാപ്പയും വീട്ടിൽ നിർബന്ധമാക്കണം, 1 ആരെങ്കിലും ഓതിയിരിക്കണം വാഖിഅ. 1 ഈ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ നീ. ഈ വീട്ടിൽ നിർബന്ധമാക്കണം. കാരണം ആ സൂറത്ത് ഓതുന്ന വീട്ടിൽ അള്ളാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഉമ്മ ഓതുമായിരുന്നു, നമ്മുടെ ഉമ്മ ഓതുമായിരുന്നു. 2 സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ ഇതിന്റെ മഹത്വം? ഈ സൂറത്തിന്റെ മഹത്വം എന്താ? അതിപ്പോ അറിയത്തില്ല, പള്ളിക്കാട്ടി പോകുമ്പോ അറിയാം. ഒരിക്കൽ ഒരു സഹാബി യാത്രമധ്യയിൽ കിടന്നുറങ്ങുകയാ. രാത്രി കിടന്നുറങ്ങുമ്പോ ഖുർആൻ ഓതുന്നു. മരുഭൂമിയിൽ പെട്ടെന്ന് ചാടി എഴുന്നിട്ട് പുറത്തു നോക്കി, ആരാ അല്ലാ ഈ രാത്രി ഖുർആൻ ഓതുന്ന മരുഭൂമിയിൽ? ആരെയും കാണുന്നില്ല. സഹാബി കയറി മിണ്ടാതെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെയും ഖുർആൻ കേൾക്കുന്നു. ചാടി പുറത്തിറങ്ങി, ആരാ അല്ലാ ഈ രാത്രിയിൽ ഖുർആൻ ഓതുന്ന? ആരെയും കാണുന്നില്ല. 3ാമതും ആ സഹാബി ഖുർആൻ കേട്ടപ്പോ മനസ്സിലായി, കിടക്കുന്നത് ഖബറിന്റെ മുകളിലാ, ഖബറിനകത്തിരുന്നിട്ടാ ഖുർആൻ ഓതുന്നേ. പേടിച്ചു. പിറ്റേ ദിവസം രാവിലെ മുത്തുനബിയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞപ്പോ നബിതങ്ങൾ ചോദിച്ചു, അതിലിപ്പോ എന്താ അത്ഭുതമാ? അതിലിപ്പോ എന്താ അത്ഭുതം? സൂറത്തുൽ മുൽക്ക്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് ഓതുന്നവന്റെ പള്ളിപ്പറമ്പിൽ വരും ആ സൂറത്ത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സൂറത്തുർ റഹ്മാൻ. ഉസ്താദെ, തങ്ങന്മാര് വരണം വീട്ടിൽ ദുആ ചെയ്യാൻ, ഉസ്താദന്മാര് വരണം ദുആ ചെയ്യാൻ, ക്ഷണിക്കുമല്ലോ മക്കളെ. സൂറത്തുർ റഹ്മാൻ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് ഓതുന്ന വീട്ടിൽ മലക്കുകൾ ഇറങ്ങി വരും ദുആ ചെയ്യാൻ. ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. സഹാബി രാത്രി ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ വീടിന്റെ പുറത്ത് കെട്ടിയിരിക്കുന്ന കുതിരകളൊക്കെ കിടന്ന് ചാടുകയാണ്. അദ്ദേഹം ഖുർആൻ ഓതുന്നത് നിർത്തി പുറത്തിറങ്ങുമ്പോൾ കുതിര മിണ്ടാതെ നിൽക്കും. അകത്ത് കയറി ഖുർആൻ ഓതുമ്പോൾ വീണ്ടും ചാടും. അവസാനം ഈ ചങ്ങാതി ഖുർആൻ മടക്കി വെച്ചു. രാവിലെ നബിതങ്ങളുടെ മുമ്പിൽ പോയിട്ട് ഇത് പറഞ്ഞപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, നീ ഓതിയ സൂറത്ത് ഏതാ? സൂറത്തു റഹ്മാനാണ് നബിയെ പാരായണം ചെയ്തത്. മലക്കുകൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ആ മൃഗങ്ങൾ ചാടിയതാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താൽ മലക്കുകൾ ഇറങ്ങി വരും നിന്റെ വീട്ടിൽ. സൂറത്തു സജദ ഉംറയുടെ കൂലിയ. സൂറത്തു സജദ പാരായണം ചെയ്യുന്നതിന് ഉംറയുടെ കൂലിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സൂറത്തു യാസീൻ ഒരാൾ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. ഈ 5 സൂറത്തുകൾ പാരായണം ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആ പഴയ വീടിന്റെ അകത്ത് ഖുർആൻ ഓതലും ദുആയും ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാം അവിടെ കൊടുത്തു. ഇന്നോ മഗ്രിബ് ആവുമ്പത്തേക്ക് കുളിച്ചൊരുങ്ങി പടച്ചവനെ തിന്നാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ട് കാലിന്റെ മുകളിൽ കാലും കെട്ടി വെച്ചിട്ട് നിന്റെ പെണ്ണുമ്പുള്ള TV ഓണാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരിക്കുക. അതുകൊണ്ടാ സർവ്വതും പോയത്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അതാ നിന്റെ വീട്ടിലെ പ്രശ്നം. നിനക്ക് മഗ്രിബും ഇല്ല, ഇശായും ഇല്ല, ഖുർആനും ഇല്ല. നീ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാ. ഇനി TV ഒന്നും പാർക്കും വേണ്ട, ഇപ്പൊ എല്ലാം മൊബൈലിന്റെ കാലമാണല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ. അതുകൊണ്ട് ഖുർആൻ ഇങ്ങനെ കരയാ.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. ആ ഖുർആനിന്റെ കണ്ണുനീരെന്നാണോ നീ ഒപ്പുന്നത്? ആ ഖുർആനൊന്ന് തുടച്ചാൽ, ആ ഖുർആനൊന്ന് തുറന്നാൽ എന്ന് വയത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പടച്ചവനെ പുറത്തുനിന്ന് ഉതുവെടുത്തു വീടിന്റെ അകത്ത് കയറിയിട്ട് അലമാരിക്കകത്ത് വെച്ചിരിക്കുന്ന ഖുർആൻ അല്ലാഹുവേ ആ ഖുർആനും എടുക്കുകയാണ്, അതൊന്ന് തുടയ്ക്കുകയാണ്, അതൊന്ന് തുറക്കുകയാ, മുഖത്തേക്ക് ചേർത്ത് വെച്ചൊന്ന് ചുംബിച്ചാ എന്തൊരു സന്തോഷമെന്നറിയോ, എന്തൊരു സമാധാനമെന്നറിയോ, എന്തൊരു ആനന്ദമാണെന്നറിയോ. ഖുർആൻ ഓതടോ, ഓതി നോക്കുമ്പോ വല്ലാത്ത ഒരു അനുഭൂതിയാ ചെറുപ്പക്കാരാ. മക്കളെ, സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിന് പകരം ഒന്ന് ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, ആ വീഡിയോ ഒന്ന് കേൾക്കടാ മോരെ. എന്തൊരു രസമാണെന്നറിയോ. അല്ലാഹുവേ, ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ എന്തൊരു സമാധാനമാണോ, എന്തൊരു ആനന്ദമാണോ, അതൊരു ലഹരിയാടോ, അതൊരു ലഹരിയാടോ. ഖുർആനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ആനന്ദമാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പാരായണം ചെയ്യ്, ആ ഖുർആൻ എവിടെന്ന് പാരായണം ചെയ്യ്. ആ ഖുർആൻ പാരായണം ചെയ്താ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനൊന്ന് കൈകൊണ്ട് തൊടണേ ഉമ്മാ. എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനൊന്ന് കൈകൊണ്ടെടുക്ക്. ഏതെങ്കിലും ഒരു സൂറത്തോത്, ഏതെങ്കിലും ഒരു ആയത്തോത്. 114 സൂറത്തുകൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സൂറത്തോത് ഉമ്മാ. വാപ്പമാരെ, ചെറുപ്പക്കാര്, മോനെ സമയമില്ലെങ്കിൽ ഒരായത്തോതടാ, ഒരായത്തോതടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തെങ്കിലും നീ ഖുർആൻ എടുത്ത് വന്നൊന്ന് പാരായണം ചെയ്യൂ. അല്ലാഹുവേ, അതിനുള്ള മനസ്സ് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഒരു സൂറത്ത് ഓതാൻ പറ്റുമെങ്കിൽ ഒരു സൂറത്ത്, ഒരു കുൽഹു അല്ല, ഇന്നായത്തേനേക്കാരും വലിയ സൂറത്തില്ലല്ലോ. ആ സൂറത്തെങ്കിലും നീ ഒന്ന് ഓത്. ഇല്ലേ, ഒരായത്തെങ്കിലും നീ ഒന്ന് പാരായണം ചെയ്യ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് ഉസ്താദെ, ഓർമ്മയുള്ള കാലത്തോളം ഞാൻ എല്ലാ ദിവസവും ഖുർആൻ ഒന്ന് എടുക്കും. ഒരായത്തോ ഒരു സൂറത്തെങ്കിലും ഞാൻ പാരായണം ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഖുർആൻ എടുക്കുമെന്ന് മാത്രം. ഖുർആൻ എടുത്തിട്ട് ഒരു സൂറത്തോ ഒരായത്തോ, അത് നിന്റെ ഇഷ്ടം. ബക്കറ ഓതണോ കൗസർ ഓതണോ, നിന്റെ ഇഷ്ടം. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബക്കറ, ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ. ഇതിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഞാൻ ഓതും, അല്ലെങ്കിൽ ഒരായത്തെങ്കിലും. കാണാതെ ആരും ഓതണ്ട, അത് പോട്ടെ. കാണാതെ ഓതുന്നത് വേറെ, കണ്ട് ഓതുന്നത് വേറെ. കണ്ട് ഓതുന്നതിന് പ്രതിഫലം കൂടുതലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാണാതെ ഓതുന്നത് വേറെ. മൊബൈലൊന്നും ഓതണ്ട, അത് മൊബൈൽ ഓതിക്കോളൂ. ഞാനൊരു കടയിൽ ചെന്നപ്പോ പടച്ചോനെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കടയിൽ കച്ചവടം ഇല്ല, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എടാ രാവിലെ കയറുമ്പോൾ ഒരു യാസീൻ ഓതണം. ഓതാറുണ്ട് ഉസ്താദെ. മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ട്, അതെങ്ങനെ ഓതും? അതെന്ത് കാര്യം? മൊബൈൽ ഓതിയിട്ട് കാര്യമില്ല, മൊബൈലിനകത്തല്ല ഖുർആൻ ഓതണ്ടേ. എടോ, ഖുർആൻ അത് കണ്ട് ഓതിയാൽ 5 കാര്യങ്ങളിൽ നോക്കുന്നതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5 കാര്യങ്ങളിൽ നോക്കിയാൽ മതി. 1, അല്ലാഹുവിന്റെ കഅബാലയം. കഅബാലയം നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി. 2, ഖുർആൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം ഇബാദത്തിന്റെ കൂലി. 3, ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് ഇബാദത്തിന്റെ കൂലി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കിയ? ആരുടെ മുഖത്ത് നോക്കിയ? ആ തൊലിയൊക്കെ ചുളുങ്ങി മുടിയൊക്കെ നരച്ചിരിക്കണം, തള്ളയുടെ മുഖത്ത് നോക്കിയിരിക്കാനല്ലേ? ഉമ്മയുടെ മുഖത്ത് നോക്കിയിരിക്കണം. ഉമ്മായിക്ക് എപ്പോഴും ഉമ്മ കൊടുക്കണം. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, നെറ്റിത്തടത്തിൽ 2 കണ്ണുകൾക്കിടയിൽ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം പടച്ചോനെ. നമ്മൾ ഉമ്മമാരെ നമ്മൾ സ്നേഹിക്കണം. ഉമ്മയുടെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നാൽ മതി, ചുമ്മാതെ നോക്കിയിരിക്കണം. ഇതടങ്ങനെ നോക്കണേ, ഒന്നില്ലമ്മ, ഇത് രസമെന്നറിയോ? 3, ഉമ്മയുടെ മുഖത്ത് നോക്കുക. 4, മറ്റൊരു ഹദീസിൽ കാണാം, ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ മുഖത്ത് നോക്കുന്നത്? ആരുടെ മുഖത്ത് നോക്കുന്നത്? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ. അല്ലാഹുവേ, അവരുടെ മുഖത്ത് നോക്കുന്നത് തന്നെ ഒരു സന്തോഷമാണോ? ആലിമീങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുക. 5, സംസം വെള്ളത്തിൽ നോക്കുക. എന്തിൽ നോക്കുക? ചുമ കുടിക്കലല്ല, ഒന്ന് നോക്കിയിട്ട് കുടിക്കണം.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഖുർആനിൽ നോക്കിയിരിക്കുക, നോക്കി ഓത്, അതിന് പ്രതിഫലം കൂടുതലാണ്. അള്ളാഹു നോക്കിമാ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് ഖുർആൻ ഇന്ന് മുതൽ തൊടും, ഒരു സൂറത്തോ ഒരു ആയത്തെങ്കിലും ഓതും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിയേ, ഒന്ന് കൈപൊക്കിക്കേ. അരക്കൈയൊന്നുമില്ല, പൊക്കണമെങ്കിൽ കൈപൊക്കിക്കോ. അള്ളാഹു ഈ മജ്ലിസിൽ ഇരുന്ന് ആരൊക്കെ കൈപൊക്കിയോ, അള്ളാഹ് മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഖുർആൻ ഓതി മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് തന്നെ വാങ്ങാൻ ഭാഗ്യം തരണേ അള്ളാഹ്. അള്ളാഹുവെ പടച്ചവനെ, മുത്തുനബിയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ ഈ ഉയർത്തിയ കൈകൊണ്ട് തന്നെ വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ പടച്ചവൻ. അള്ളാഹ് ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അള്ളാഹ്. അതുകൂടെ പറ, ആ കൈ പൊക്കാത്തവൻ. 1 ലക്ഷം രൂപ വെച്ച് തരാനല്ലേ ചോദിച്ചേ, ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടുമോ എന്ന് ചോദിച്ചപ്പോ ഒന്നുകൂടെ കൈ പൊക്കിക്കേ. കാല് വേണമെങ്കിലും പൊക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പ്രതിഫലം? ഈ കൈപൊക്കിയവർക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിർത്താറായോ? എത്ര മണി വരെ ഉണ്ട്? നിങ്ങൾക്കും അടുത്താ? 10:45. എനിക്ക് 11 മണി വരെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുമോ? ഇൻഷാ അല്ലാഹ്. എന്തില്ല, നമ്മുടെ യാത്രയാണ്, ഉറക്കമൊന്നുമില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ കാര്യം തന്നെ അറിയില്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി രാത്രി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകണം. യാത്രയാണ് ഫുള്ള്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. പഴയതുപോലൊന്നും കഴിയുന്നില്ല. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എനിക്ക് സുഖമില്ല എന്ന് കേട്ടപ്പോൾ ദുആ ചെയ്തവരുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അള്ളാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. പലരും ഉസ്താദെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ ഓതി അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഖുർആൻ ഓതുന്നവർക്ക് അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എടോ, ഈ കിടന്ന കിടപ്പിൽ കിടന്നും മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയുണ്ട്. സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ പറ്റൂല, സ്വന്തം മകളെ പോലും തിരിച്ചറിയാൻ പറ്റൂല. അറദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥ. ആരിതാരാ അറിയത്തില്ല. സ്വന്തം മോൻ മുമ്പിൽ വന്ന് നിൽക്കുന്നു, കൂടപ്പുറപ്പ് വന്ന് നിൽക്കുന്നു, ഭാര്യ വന്ന് നിൽക്കുന്നു, ഭർത്താവ് വന്ന് നിൽക്കുന്നു. ഇതാരാന്ന് ചോദിച്ചറിയില്ല. അറദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥ. ബുദ്ധി തിരിഞ്ഞു പോവുക. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം, ദുനിയാവിലെ പ്രതിഫലം, ഒന്ന്, അവന്റെ ബുദ്ധി അള്ളാഹു മറച്ചു കളയൂല. അവരുടെ ബുദ്ധി അള്ളാഹു തിരിച്ചു കളയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. സ്വന്തം മകനുപ്പാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. വാപ്പ മോനെ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ കുതിക്കുന്ന മകനാണ്. ഉമ്മയെന്ന് മോളെ എന്തെന്ന് വിളിക്കാൻ ചോദിക്കുകയാണ്. ഉമ്മായി നിൽക്കുന്നത് ആരാണ്? സ്വന്തം മകളെ കാണിച്ചിട്ടാണ് പറയുന്നത്. ഉമ്മയ്ക്കറിയില്ല നീ ആരാണെന്ന്, വാപ്പയ്ക്കറിയില്ല നീ ആരാണെന്ന്. പടച്ചവനെ, അങ്ങനെ ഒരവസ്ഥ നീ കാക്കണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലമാടോ, അല്ലാഹു തരുന്ന പ്രതിഫലമാടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അർദുൽ ഉംറ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ തെളിവെന്തെന്നറിയുമോ? ഈ ഉസ്താദന്മാരെ നോക്ക്, മുതഅല്ലിമീങ്ങൾക്ക് ദർസെടുത്തു കൊടുക്കുന്ന ഉസ്താദന്മാരെ നോക്ക്. അവർക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. പടച്ചവനെ, പ്രായമായാലും വയസ്സായാലും അവര് പറയും ദർസെടുക്കണം, 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 ഖുർആൻ പഠിപ്പിക്കണം, തഫ്സീർ എടുക്കണം. അവർക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഖുർആനുമായിട്ട് അവർക്കൊരു ബന്ധം വന്നപ്പോ മരിക്കുന്നത് വരെ ദർസെടുക്കണേ എന്നാണ് പല ഉസ്താദന്മാരുടെയും ആഗ്രഹം. അങ്ങനെയാണ്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, പടച്ചവനെ അബൂ തൽഹ അബ്ദുറഹ്മാൻ മൗലവി, പടച്ചവനെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുതിയ പ്രസിഡന്റാണ് പ്രിയപ്പെട്ട ഗുരുനാഥൻ. 50 വർഷമായി പടച്ചവനെ മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ അടുത്ത് ഉസ്താദന്മാരെല്ലാവരും കൂടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ ഒന്ന് ആദരിച്ചു. 50 വർഷമായി ദർസെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അല്ലാഹുവേ, ഈ അടുത്ത സമയത്ത് വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ഉസ്താദിനെ ഒരു സംഗമം നടത്തി. പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തിയപ്പോ പ്രിയപ്പെട്ട ഉസ്താദിനെ ആദരിക്കുമ്പോ ആ പ്രഭാഷണത്തിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പറയുകയാണ്, കണ്ണ് നനഞ്ഞു പോയടോ, കണ്ണ് നനഞ്ഞു പോയടോ. ഉസ്താദ് ശിഷ്യന്മാരോട് പറയുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഒരേ
ഒരു ആഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. മരിക്കുന്ന സമയം വരെ എനിക്ക് ദർസ് എടുക്കണം, എനിക്ക് മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ അതിനു വേണ്ടി എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. എല്ലാവരും എനിക്ക് വേണ്ടി അതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അതൊരു ലഹരിയാണോ? അത് വല്ലാത്ത ഒരു സന്തോഷമാണോ? വിദ്യാർത്ഥികൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത് വല്ലാത്ത ഒരു ആനന്ദമാണോ? അല്ലാഹുവേ, ദക്ഷിണയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ പടച്ചവരെ വിദ്യാർത്ഥികൾക്ക് ദർസ് എടുക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇന്നും എന്നോട് പറഞ്ഞ് സിറാജേ ദുആ ചെയ്യണേ. എന്നോട് പ്രത്യേകമായിട്ടൊരു സ്നേഹമാണ്, എന്റെ വാപ്പയോടും വല്ലാത്ത ഒരു സ്നേഹമാണ്. പടച്ചവനെ, ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടിട്ടാണ്, ഉസ്താദിന്റെ ഉപദേശം കേട്ടിട്ടാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് തന്റെ 6 മക്കളെയും ഇൽമു പഠിക്കാൻ കൊണ്ടുവിട്ടത്. റബ്ബേ, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാ. ഇതുപോലെയാണോ ഉസ്താദന്മാര്? അവർക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, മരിക്കുന്നത് വരെ ദർസ് എടുക്കണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? അവർ ഖുർആനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാ, അവർക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാര്, ഖുർആൻ ഓതുന്നിയാൽ, ഖുർആൻ ഓതിയാ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അവരുടെ ബുദ്ധി മറിഞ്ഞു പോകാറില്ല, അർദുല്ലും എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഉമ്മമാരേ, ഈമാനുള്ള മരണമാ. അല്ലാഹു നല്ല മരണം തരും. ഉമ്മമാരെ, വാപ്പമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. നല്ല മരണം അല്ലാഹു കൊടുക്കുകയാണ്. പടച്ചവരെ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഇവിടെ ഒരുപാട് മക്കൾ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ, മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, പെൺകുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ. ആ മക്കളെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ? അവരുടെ മഹത്വം അറിയാഞ്ഞിട്ടാണോ? ഹൃദയത്തിൽ ഖുർആൻ കൊണ്ട് നടക്കുന്ന മക്കളുടെ സ്ഥാനം അറിയാഞ്ഞിട്ടാണോ? ഇവരാരാണെന്നറിയോ? ഇവരാരാണെന്നറിയോ? ആ ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണമാ. 3, അവരുടെ മയ്യത്ത് കണ്ടവരും മറക്കൂല. നിങ്ങൾ ഒരുപാട് പെണ്ണുങ്ങളുടെ മയ്യത്ത് കണ്ടവരാ, നിങ്ങൾ ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടവരാ. എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല, എല്ലാ മയ്യത്തുകളും ഓർമ്മയില്ല. എന്നാ ചിലരുടെ മുഖം ഇപ്പോഴും നിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്, ഫോട്ടോ എടുത്തു വെച്ചതുപോലെ. ചിലരുടെ മുഖം ഇന്നും നിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. പെങ്ങള്, എന്തൊരു പ്രകാശമെന്നറിയോ? എന്തൊരു ചിരിയാണെന്നറിയോ? അല്ലാഹുവേ, മരിച്ചു കിടന്നപ്പോ വല്ലാത്ത ഗ്ലാമറാ സഹോദരാ. ഭാര്യ പോലും ചോദിക്കുകയാണ്, എന്റെ ഇക്കാരെന്തൊരു പ്രകാശമല്ലാ, എന്റെ പൊന്നുമോരെന്ത് പ്രകാശമല്ലാ. ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായൊരു ബന്ധമുണ്ടാകിയാൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ ജനാസ കണ്ടവരും മറക്കൂല. ആലിമീങ്ങളുടെ മുഖം അങ്ങനെയാണോ? ഉസ്താദന്മാരുടെ മുഖം അങ്ങനെയാണോ? മരിച്ചു കിടക്കുമ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്തൊരു സൗന്ദര്യമെന്നറിയോ? കാണാൻ എന്ത് അനുഭൂതി എന്നറിയോ? ഉറങ്ങുന്നവരെ പോലെ കിടക്കുകയാണ്. അല്ലാഹുവേ, അതുപോലെയുള്ള മരണം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നാലാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന വാപ്പമാരോട് പറയുകയാണ്, നീ VIP ആണ്, നീ VIP ആണ്, നീ സാധാരണ ആളല്ല. നീ ആരാണെന്നറിയോ? നീ ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കളെ, നിങ്ങൾ ആരാണെന്നറിയോ? നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയാണ്, ആരാ ഖുർആനിന്റെ അഹിലുകാരെന്നറിയോ? ഖാസുല്ലാഹ് റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ആൾക്കാരാ, അല്ലാഹുവിന്റെ ആൾക്കാരാണ് ഖുർആനിന്റെ അഹിലുകാര്. അതുകൊണ്ട് സഹോദരാ, നിങ്ങളെ ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ?
ഒരു ദിവസം ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ സൈഡിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാ. കുടുംബക്കാരും ബന്ധുക്കളും മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ നിന്റെ ജനാസ എടുത്തു കൊണ്ടുപോയി വീടിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്, നജസ്സുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കുകൾ പോലും എടുത്ത് കളയുകയാണ്, ചൂടുവെള്ളം ഒഴിപ്പിച്ചങ്ങ് കഴുകുകയാണ്. അല്ലാഹുവേ, നല്ലതുപോലെ നിന്നെ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാ, ഒന്ന് പഠിപ്പിക്കുകയാ, തുടച്ചു വൃത്തിയാക്കുകയാ, പുതിയ തുണിക്കകത്ത് പൊതിയുകയാ. എന്നിട്ട് പടച്ചവര് ഒരാള് വീടിന്റെ പുറത്ത് വന്നിട്ട് വിളിച്ചു പറയുകയാ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരും അനുസരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ അകത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. അല്ലാ, വല്ലാത്ത തിരക്കാ പെങ്ങള്, വീട്ടില് വല്ലാത്ത തിരക്കാ. എങ്ങനാണ് ആള് വന്നതെന്നറിയില്ല, ഒരാളെയും വിളിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന് പരാതിയില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും എല്ലാവരും നിന്റെ വീട്ടിൽ കടന്നു വന്നിരിക്കുകയാണ്. പള്ളിയിലെ ഉസ്താദന്മാര് വന്നു, കൊണ്ടുപോകാനുള്ള വാഹനം വന്നു. അങ്ങനെ എല്ലാവരും നിന്റെ വീടിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ ആരോ ഒരാള് ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ പഞ്ഞി ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാ. അവിടെന്ന് വിളിച്ചു പറയുകയാണ്. ജനങ്ങൾ തിരക്ക് കൂട്ടിയപ്പോ ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പൊതിയാറ്, കണ്ടതൊക്കെ മതി പൊതിയാറ്. ആ 3 കഷ്ടം തുണിയിലെങ്ങോ പൊതിഞ്ഞു കഴിയുമ്പോ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമപ്പെടാ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. ആ മയ്യത്ത് കട്ടിലിലേക്ക് ജനാസ എടുത്തു വെച്ചിട്ട് 6 പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ തോളിലേക്ക് എടുക്കുന്ന സമയമുണ്ടല്ലോ, ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്തവര് നിന്റെ ജനാസ ചുമക്കണ്ടതാരാ? നീ സാധാരണ ആളല്ല. വിവിഐപികൾ മരിച്ച വിവിഐപികൾ കടന്നു വരണമല്ലോ. വിവിഐപി മരിക്കുമ്പോ വിവിഐപി വരുമല്ലോ. എടാ, നീ വിവിഐപി ചെറുപ്പക്കാരാ. വാപ്പാ, നിന്റെ ജനാസ ചുമക്കേണ്ടത് കള്ളുകുടിയനല്ല, വ്യഭിചരിക്കുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. ആരാ ഉമ്മ? ഖുർആൻ ഓതിയ നിന്റെ മയ്യത്ത് ചുമക്കേണ്ടത് ആരാ ഉമ്മ? പറ ഉമ്മ. മഗ്രിബ് കഴിഞ്ഞ് ഖുർആൻ ഓതിയവള്, അല്ലാഹുവിന്റെ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച ഉമ്മ. നീ സാധാരണ ഒരു പെണ്ണല്ലല്ലോ, നീ വിവിഐപി ആണല്ലോ. നിന്റെ ജനാസ ചുമക്കാൻ വിവിഐപികൾ വരണമല്ലോ. ആരാ വരുന്നതെന്നറിയോ? ആരാ വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ സൈന്യം വരികയാ. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ പൊന്നുമോന്റെ മയ്യത്ത് ചുമക്കാൻ ആകാശത്ത് നിന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാ. വെറുതെ പറഞ്ഞതല്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പടച്ചവരെ കണ്ടവര് പറയുന്നു, ഉറങ്ങുകയാണോ അല്ലാഹ്?
എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു പുഞ്ചിരിയാ അല്ലാ. സഅദ് റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ മയ്യത്ത് കാണാൻ വന്നവര് മുഴുവനും പറഞ്ഞിരുന്ന വാക്കതാണ്, റബ്ബേ ജനാസ മയ്യത്ത് കെട്ടിലെടുത്ത് വെച്ചു, എന്നിട്ട് ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ മയ്യത്ത് ചുമക്കുന്നവര് പറയുന്നു ഭാരമില്ല, ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. സ്വഹാബത്ത് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് കാലിന്റെ തള്ളവരുടെ കുത്തികെട്ട് നടക്കുകയാ, കാലിന്റെ തള്ളവരുടെ കുത്തികെട്ട് നബിതങ്ങളെ നടക്കുകയാ. നബിതങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത്, എന്തേ നബിയേ? സ്വഹാബാ 70,000 മലക്കുകൾ ഇറങ്ങി വന്ന് സ്വഹാബാ, നടക്കാ സരമില്ല സ്വഹാബാ, കാലുകുത്താ സരമില്ല സ്വഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നടോ പെങ്ങളെ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുഴിക്കുമ്പോ ഖബറിലെ മണ്ണിനൊരു സുഗന്ധമാ, ഖബറിലെ മണ്ണിനൊരു സുഗന്ധമാ. അവസാനം ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ അടിയിൽ നിന്ന് മണ്ണിങ്ങനെ തുടച്ചെടുക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഖബറടക്കിയിട്ട് വീട്ടിലേക്ക് ചെന്നു. രാത്രിയായപ്പോ ആ ഖബർ കുടിച്ച മനുഷ്യന്റെ വീടിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. എവിടെ നിന്നാണ് റബ്ബേ ഈ സുഗന്ധമടിക്കുന്നത്, എവിടെ നിന്നാണ് റബ്ബേ? ചെന്ന് നോക്കുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിനകത്ത് നിന്ന് വാരിക്കൊണ്ടുവന്ന മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ സുഗന്ധമുള്ളതായിരിക്കുകയാ. ആ മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, സഅദേ എങ്ങനെയാ സഅദ് ഈ പ്രതിഫലം കിട്ടിയത്, എങ്ങനെയാ സഅദ്? നിന്റെ മുഖം കണ്ടവര് പറയും വല്ലാത്ത മരണമാണെന്ന്. എന്തൊരു പ്രകാശമായിരുന്നു, നിന്റെ ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നു, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സഅദ്? സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഞാൻ ഓതിയ ഖുർആൻ, അതിന് പകരം എന്റെ റബ്ബെനിക്ക് തന്നതാ എന്ന് സഅദ് തങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, 2 കാര്യമാണ് സഅദ് തങ്ങൾ പറഞ്ഞത്. ഒന്ന് നോമ്പാടോ, ഒന്ന് സുന്നത്ത് നോമ്പാടോ. അല്ലാഹുവേ